നമസ്തേ. മലയാളി കൈവെക്കാത്ത മേഖലകളില്ല. സ്വർണ്ണക്കടത്തിലെ സ്ഥിരം സാന്നിധ്യത്തിന് ശേഷം അവയവക്കടത്തിലും കച്ചവടത്തിലും മലയാളി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. രാജ്യാന്തര അവയവ മാഫിയ സംഘത്തിലെ പ്രധാനികളിൽ ഒരാൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിയിലായി. 2019 മുതൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റ് വഴി ഇറാനിലേക്ക് അവയവങ്ങൾ കടത്തി വന്ന തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവയവക്കടത്ത് കുറ്റകരമല്ലെന്ന് ഇരകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി വൃക്ക കച്ചവടം നടത്തുന്നതായാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. സംഭവത്തിന് ഭീകരപ്രവർത്തനവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അവയവക്കടത്തിനാളെ കൊണ്ടുപോയി തിരികെ വരും വഴി സബിത്തിനെ ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. അവയവക്കടത്തിലും മലയാളി മാഫിയയോ? ഡോക്ടർ സദാനന്ദൻ ഗണപതി, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ്, വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഫിർദോസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ഗണപതി, കേരളത്തിലെ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു ആരോഗ്യ പ്രവർത്തകനാണ് താങ്കൾ. ഇപ്പോഴിതാ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. രാജ്യാന്തര അവയവ കച്ചവട മാഫിയയിൽ മലയാളി സാന്നിധ്യവും. ഇവിടെ നിന്നും വൻ ഓഫറുകൾ നൽകി നിർധനരായ ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ വൃക്കകൾ എടുത്ത ശേഷം പറഞ്ഞ തുക നൽകാതെ കബളിപ്പിക്കുന്നു. ഇടനിലക്കാർക്കും മാഫിയയിലെ കണ്ണികൾക്കും ചാകരയാണ്. പിടിക്കപ്പെട്ട ആളുടെ മൊഴി അയാൾ വെറും നെത്തോലി മാത്രമാണെന്നാണ്, താൻ ഒന്നുമല്ല എന്നാണ് പോലീസിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തിമിംഗലങ്ങളായി 2 മലയാളികൾ കൂടിയുണ്ടത്രേ. ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോകുന്നതിനെ പറ്റി എന്തെങ്കിലും വിവരം ഡോക്ടർ താങ്കൾക്ക് ലഭിച്ചിരുന്നോ? ഇറാനിലേക്ക് പോകേണ്ട കാര്യം എന്താ? ഒരു 2 വർഷം മുമ്പ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ എന്നെ കാണാൻ വന്നിരുന്നു. അതിന് മുമ്പിലുള്ള 5 വർഷം കൊണ്ട് എറണാകുളത്തും തൃശ്ശൂരുമായിട്ട് നടന്നത് 5000 ഇല്ലിസിറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താ എൻക്വയറി? ഒന്നും ആയില്ല. നമ്മളെന്തിനാ ദൂരെയൊക്കെ പോകുന്നേ? കേരളത്തിലുള്ള സകല ആശുപത്രികളും, മേജർ ഹോസ്പിറ്റൽസ്, മേജർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ദേ ആർ ഓൾ ഇൻവോൾവ് ഇൻ ഇല്ലീഗൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ DME. അതിൻ്റെ കൂടെയുള്ള ആൾ KSOTO, കേരള സ്റ്റേറ്റ് ഓർഗൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. DME എന്ന് പറഞ്ഞാൽ ഡോക്ടർ തോമസ് മാത്യു, മറ്റത് ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. ഇവർ രണ്ടും അറിയാണ്ട് കേരളത്തിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടക്കില്ല. ഇവരെന്തിനാണ് ഇതിന് കൂട്ടി നിൽക്കുന്നത്? ഒന്നുകിൽ ദേ ആർ ത്രെറ്റൻഡ് ബൈ ഹയർ അപ്സ്, അല്ലെങ്കിൽ ദേ ആർ അതർവൈസ് റിവാർഡഡ്. ആദ്യം നമ്മുടെ നാട്ടിൽ നന്നാക്കട്ടെ, പിന്നെ നമുക്ക് വിദേശം നന്നാക്കാൻ പോവാം. ഡോക്ടർ ഫിർദോസ്, ക്ഷമിക്കണം അഡ്വക്കേറ്റ് ഫിർദോസ്, ഡോക്ടർ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. കാരണം സംസ്ഥാനത്ത് തന്നെ വളരെ വിപുലമായി ഇത്തരത്തിലുള്ള അവയവ കച്ചവടങ്ങൾ നടക്കുന്നു. അതേക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, ഒരു പൊതുപ്രവർത്തകനാണ് താങ്കൾ. ആശുപത്രി കേന്ദ്രീകരിച്ച്, കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഇങ്ങനെ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഇത്തരം കച്ചവടങ്ങളെ പറ്റി സമഗ്രമായി അന്വേഷിക്കുന്നില്ല. പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും കാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ അന്താരാഷ്ട്ര ബന്ധമുള്ള മാഫിയകൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ ഈ പിടിക്കപ്പെട്ടവരൊക്കെ ഒരുപക്ഷെ നത്തൂലികളായിരിക്കും, പക്ഷേ എങ്കിലും ഡോക്ടർമാർ അടക്കമുള്ള വലിയ വലിയ ആളുകൾ ഈ ശൃംഖലയുടെ ഭാഗമായിട്ട്, കണ്ണികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ലൈവാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് എറണാകുളത്ത് തന്നെ ഒന്ന് രണ്ടല്ല ഒന്നിൽ കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഈ വലിയ ഒരു ശൃംഖല ഇപ്പോഴും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ആ സമയത്ത് പോലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ആശുപത്രിയിലേക്ക് ഒരു ലിവർ ഫെയിലിയർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗന് ഒരു ഫെയിലിയർ സംഭവിച്ചിട്ട് ഒരു ആശുപത്രിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആശുപത്രി ഇപ്പൊ ഈ പ്രധാനമായ കച്ചവടത്തിന് കൂട്ടു നിൽക്കുന്ന ഒന്ന് രണ്ട് ആശുപത്രികളുള്ള ഒരു ആശുപത്രിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് പറയും, ഇവിടെ അവയവം നിങ്ങൾക്ക് മാറ്റി വെക്കണം, പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ റിജക്ട് ചെയ്ത് വിടും. ഈ റിജക്ട് ചെയ്ത് വിട്ട് അവർ ആശുപത്രിയുടെ പടി പുറത്തേക്ക് കടക്കുമ്പോൾ തന്നെ അവരിലേക്ക് അവിടുത്തെ ഏജന്റുകൾ എത്തിപ്പെടും. എന്നിട്ട് അവരോട് പറയും നിങ്ങൾക്ക് അവയവം കിട്ടാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അവർക്ക് 30-40 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ കിഡ്നി ആണെങ്കിൽ കിഡ്നിയാണ് സാധാരണ ഇത്തരം ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഏറ്റവും എന്താ പറയുക കൂടുതലായി ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പൊ കിഡ്നി നിങ്ങൾക്ക് തരാം എന്ന് പറയും. എന്നിട്ട് അവർ ത്രൂ അതേ ആശുപത്രിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആശുപത്രികൾക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. ബന്ധുക്കളിൽ നിന്നല്ലാണ്ട് ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നമുക്ക് അവയവങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. നിയമം ശക്തമായിട്ടുള്ള നിയമമുണ്ട്. ഇത് ഇങ്ങനെ അല്ലാതെ സ്വീകരിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി എന്ന് പറയുന്നത് കേസോട്ടാണ്. കേസോട്ടോ മുമ്പത്തെ KNOs അവര് കേസോട്ടോ ഇത് പരിശോധിക്കുന്നില്ല, ഒരു തരത്തിലും ഇതിലേക്ക് ഇൻക്ലൈൻ ചെയ്യുന്നില്ല. ഇങ്ങനെ കച്ചവടം നടക്കുന്നുണ്ടോന്നോ ഒന്നും. ലൈവാണ്, പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് ഇവര് കച്ചവടം നടത്തുന്നത്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഈ ഇറാനിലേക്ക് അവയവം കടത്തുന്നുണ്ട് എന്നുള്ളത് പോലെ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ ആശുപത്രി, നമ്പർ 1 ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആശുപത്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം പ്രകാരം ആ ആശുപത്രിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പല ആളുകൾ, കൈ പോയിട്ടുള്ള ആളുകൾ, കാല് പോയിട്ടുള്ള ആളുകൾ അവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. എന്തിനാണ്? അവർക്ക് കൈയും കാലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കൈയും കാലും എങ്ങനെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക? അത് ഇവിടുന്ന് കൊടുക്കൽ പോസിബിൾ അല്ല. അപ്പൊ അത് ഇല്ലീഗലായിട്ട് കൊടുക്കണം. അപ്പൊ ഒരാളിനെ എങ്ങനെയാണ് ഇല്ലീഗലി കൊടുക്കാൻ പറ്റുക? അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ ആ ആശുപത്രിയിൽ നിന്ന് ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പൊ മുസ്ലിം മതത്തിലല്ലാണ്ട് വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവര് ആ ബോഡി മൊത്തം ഒരു പ്ലാസ്റ്റർ ചുറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. പല ആളുകളും നമ്മളായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ബോഡി കിട്ടുമ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് പറയുന്നത്. ആ ബോഡി നേരെ കൊണ്ടുപോയിട്ട് അവർ മറവ് ചെയ്യുന്നു. ആ ബോർഡിന്റെ ഉള്ളിൽ നിന്ന് എന്തെടുത്തിട്ടുണ്ടോന്നോ ഒന്നും അവർ പരിശോധിക്കില്ല. ഇപ്പൊ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവർ കുറച്ച് കർമ്മങ്ങളുണ്ട്. ഇപ്പൊ ബോഡി പരിശോധിക്കാണ്ട് മറവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരനെ അവർ ഇത്തരം പ്രവൃത്തികൾക്ക് വിധേയനാക്കുന്നില്ല. പക്ഷെ ഇതര മതത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ ബോഡി ഇങ്ങനെ ചുറ്റി കൊടുക്കും. അതിന് കൈ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഇനിയിപ്പോ ഉള്ളിലത്തെ കാണാൻ പറ്റാത്ത അവയവങ്ങൾ അവരെടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഇത്തരം തട്ടിപ്പുകൾ ലൈവാണ്. ഇത് ഒരു ഓർഗനൈസേഷൻ നോക്കുന്നില്ല. ചെറിയ രീതിയിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളിലോ എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പർവ്വതീകരിക്കും. എന്തിനാണ്? അവിടേക്ക് ആളുകൾ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്വകാര്യ ആശുപത്രികളിൽ ആളുകളെ എത്തിക്കാൻ. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ്. ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള വേറൊരു വിവരം, അതും കൂടി ഞാൻ പറയാം. അതായത് ഇപ്പൊ എറണാകുളത്ത് തന്നെ MG റോഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയില് അന്തരിച്ച ഒരു സിനിമാ നടന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട്, ഞാൻ ഒരു പേര് പറയുന്നില്ല, എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്, കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്ന ഈ ലൈവ് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിനെ കുറിച്ചിട്ടും അന്വേഷിക്കേണ്ടതാണ്. നമ്മൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒപ്പം തന്നെ ഇവിടെയും അതിനേക്കാൾ 10 ഇരട്ടി കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്ത് സംഭവിച്ചെങ്കിൽ ഈ അവയവം മാറ്റി അവരെ കാശ് വാങ്ങുക എന്നല്ലാതെ അവർക്ക് പിന്നീട് ജീവിച്ചിരിക്കുന്നുണ്ടോന്നോ അതോ അങ്ങനെ ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുന്നില്ല. അവർ ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമല്ല. ആ പൈസ കിട്ടുക എന്നുള്ളത് തന്നെ കണ്ണിച്ചോരില്ലാത്ത പിടിച്ചുപറി എന്ന് മാത്രമാണ് ഇതിന് പറയാൻ പറ്റുള്ളൂ. അല്ല, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട എത്ര കേസുകൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്? അധികൃതരെ അറിയിച്ചിട്ട് നമ്മൾ തോറ്റു. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ കേസോട്ടാണ് ഇത് പരിശോധിക്കാനും ഇതിനെതിരെ നടപടി എടുക്കാനും ഒക്കെ അധികാരപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം, ഗവൺമെന്റ് ഏജൻസി എന്ന് പറയാം. പക്ഷെ ആ ഏജൻസി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ എവിടെ പോയിട്ട് നമ്മൾ പരാതി പറയും? വേലി തന്നെ വിളവ് തിന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയിട്ട് പരാതി പറയും? പരാതി പറയാന്നല്ല, കണ്ണുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ലേ? അവർക്ക് എല്ലാ ആശുപത്രികളുമായിട്ട് കണക്റ്റഡ് ആണ്. കേരളത്തിൽ ഇങ്ങനെ ലൈവായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവയവങ്ങൾ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ള അവർക്ക് കാണാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, അവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവരൊരു നടപടി സ്വീകരിക്കുന്നില്ല. ഞാൻ കുറെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പരാതികൾ കൊടുത്തിട്ട് നടക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച് അവയർനെസ് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഞാൻ നീങ്ങിയത്. അവയവങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഇത്തരം ആശുപത്രികളിൽ ചെന്നപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള അവയർനെസ് ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ ഈ ഓർഗനൈസേഷനിൽ എവിടെ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല.
ഒരു നടപടി ഉണ്ടാവില്ല. DMനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒരു 2-3 വർഷം മുന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കുമെന്ന് പറഞ്ഞാണ്. ഒരു കാര്യം ഇതുവരെയായിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ടില്ല. കേസോട്ടോയുടെ വെബ്സൈറ്റ് പോലും ഇതുവരെയായിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ എന്താണ് അവർ പെർഫെക്റ്റ് ആക്കാൻ പോകുന്നത്? അപ്പൊ എവിടെയും പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് പറയാനുള്ളത്. ഡോക്ടർ ഗണപതി, എന്തുകൊണ്ടായിരിക്കും ഈ അനാസ്ഥ ഇങ്ങനെ തുടരുന്നത്? നോക്കൂ, ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ രാജ്യാന്തര അവയവ കച്ചവട മാഫിയ, ആ മാഫിയയിൽ ഇപ്പോൾ കേരളത്തിലെ ചില ആളുകളുടെ പേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരൊക്കെ നെത്തോലികളാണ്, വൻ തിമിംഗലങ്ങളുണ്ട്. ഇപ്പോൾ ആശുപത്രി ഉടമകൾ, അതുപോലെ അറിയപ്പെടുന്ന ഡോക്ടർമാർ, ഇവരെല്ലാം ഈ ആയിട്ട് തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്, അല്ലേ? ഒരുപക്ഷേ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളത് കൊണ്ടല്ലേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും കൃത്യമായ തെളിവുകളോടെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തത്? അതുകൊണ്ട് തന്നെയല്ലേ ഇവരുടെ ഉന്നത സ്വാധീനം? മാത്രമല്ല, പരാതിക്കാർ അങ്ങനെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്നുമില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് നടന്ന 2 സംഭവങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് പേര് പറയാൻ മടിയൊന്നുമില്ല. സുപ്രസിദ്ധ ഡയറക്ടർ, ഫിലിം ഡയറക്ടറായ മിസ്റ്റർ രഞ്ജിത്ത്, he had a liver problem. He went to Hyderabad, Asian Institute of Gastroenterology, famous place, where the head of the liver transplant is a Malayali, Balachandra Menon. അവിടെ ഇപ്പോൾ നമുക്കൊരു എനിക്കൊരു ലിവർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും കൊടുക്കണം, അല്ല എൻ്റെ സെർവൻറ്റോ എൻ്റെ ഡ്രൈവറോ എൻ്റെ അയലത്തോ തന്നെ കൊടുക്കാൻ പറ്റില്ല. അതായത് ദേ ഷുഡ് നോട്ട്, ഇറ്റ് ഷുഡ് ബി അൾട്രൂയിസ്റ്റിക് എന്നാണ് അതിൻ്റെ പേര്. ദേ ഷുഡ് നോട്ട് ബി എനി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇൻവോൾവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ഇദ്ദേഹം സെർവൻ്റാണ്, ഡോണറായിട്ട് വന്നത്. അപ്പോൾ ഹൈദരാബാദ് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇവിടെ സ്ട്രിക്റ്റാണ്, ഇവിടെ നടക്കത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് കേരളത്തിൽ വെച്ച് തന്നെ ചെയ്യാമല്ലോ. അങ്ങനെ SK ഹോസ്പിറ്റലിൽ, എടപ്പഴഞ്ഞിയിൽ SK ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ചേരുന്നുണ്ടെങ്കിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓതറൈസേഷൻ കമ്മിറ്റിയുണ്ട്, ലിവർ കമ്മിറ്റിയുണ്ട്. ഇവർ നോക്കിയിട്ട് ഇത് സ്യൂറ്റബിൾ ആണ്, പ്രോബ്ലം ഇല്ലാന്ന് സമ്മതിക്കണം. ആദ്യം ഈ കമ്മിറ്റി റിജക്ട് ചെയ്തിട്ടാണ് രഞ്ജിത്ത് ഹൈദരാബാദിൽ പോയത്. എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ ദി സർജറി വാസ് കണ്ടക്ട് ഓൺ 18/1/24 with the servant as the donor. എന്ത് ഇടപ്പഴി നടന്നിട്ട് ഞാൻ അറിഞ്ഞു, DMEയും കേസോട്ട് അറിഞ്ഞില്ലേ? എന്നിട്ട് എന്താ അവർ ആക്ഷൻ എടുക്കാത്ത? only 2 reasons ഞാൻ നേരത്തെ പറഞ്ഞു. their hands are tied, അല്ലെങ്കിൽ they are being monetarily benefited. അവർ കേസ് കൊടുക്കട്ടെ, ഞാൻ പറയാം റീസൺ എന്താണെന്ന്. ഈ അടുത്ത കാലത്ത് അതിലും ഭീകരമായൊരു സംഭവം, ഒരു മ്യാൻമാർ സിറ്റിസൺ, വിദേശത്തു നിന്ന് ഒരാൾക്ക് ഓർഗൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ആ കൺസെൻറ്റ്, എംബസി കൺസെൻറ്റ് കൊടുക്കണം, റിലേറ്റീവിൻ്റെ ഓർഗനാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഒരു പെയിൻ ഡോണറുമായിട്ടാണ് വന്നത്. ഹി ഓൾസോ വെന്റ് ടു ഹൈദരാബാദ്. ഹൈദരാബാദ് സെയിം ദിസ് ഡോക്ടർ ബാലചന്ദ്ര മേനൻ. He said, you get yourself admitted in SK hospital, Idapalani. He got admitted in SK hospital, Idapalani. Balachandra Menon is not competent to operate in Kerala, and he was assisted by a Myanmar doctor. He is not expected to practice anywhere in India. ഇതൊക്കെ എന്താ ഞാൻ അറിഞ്ഞിട്ട് ഈ DMEയും കേസോട്ട് അറിഞ്ഞില്ലെന്നാണ് നിങ്ങൾ പറയണേ? ദേ നോ ഇറ്റ്. അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക എന്താ കാര്യം? അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ എന്താ കാര്യം എന്നുള്ള കാര്യം. യു ക്യാൻ ഫൈൻഡ് ഔട്ട്. അതിൽ അൾട്രൂസ്റ്റിക് മോട്ടീവ് കൊണ്ടല്ലല്ലോ, നല്ലതായിട്ടെന്ന് പറഞ്ഞല്ലല്ലോ ഇത് ചെയ്യുന്നത്. എന്തിനാ മ്യാൻമാറിൽ നിന്ന് കേരളത്തിൽ വരുന്നത്? അത് തേർഡ് റേറ്റ് ഹോസ്പിറ്റൽ. ദർ ആർ സോ മെനി ലീഡിങ് ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽസ്, കൽക്കട്ട, ഡൽഹി, ഹൈദരാബാദ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ അവിടെ എങ്ങും എന്തുകൊണ്ടാണ് ഈ പേഷ്യൻ്റ് മ്യാൻമാറിൽ നിന്ന് ഇവിടെ വന്നത്? ആക്ച്വലി ഈവൻ ദി നെയിം, റെസിപ്പിൻ്റെ പേര് സാന്തർ എന്നാണ്, ഡോണിൻ്റെ പേര് ഔങ് ക്യോങ് ഖാൻഡ് എന്നാണ്, ടിബറ്റൻ പേരാ. എന്താ കാര്യം? ഇതിലൊക്കെ സങ്കടമായ എനിക്ക് കുറച്ച് നാൾ മുമ്പ് ന്യൂസ് കിട്ടിയാണ്. അതായത് ഫോറിനേഴ്സ് വന്നാൽ they received at the Cochin airport
and taken by helicopter to hospital where they have a helipad. There is a special ward for foreigners where they are given Indians organs illegally കൊടുക്കുക ചെയ്യുന്നത്. ഇത് ആരും അറിയാത്തൊന്നുമല്ല. കൊല്ലത്തിൽ ഞാനെങ്ങനെ അറിഞ്ഞത്? ഇത് മന്ത്രി അറിഞ്ഞില്ലേ, ഹെൽത്ത് സെക്രട്ടറി അറിഞ്ഞില്ലേ, DME അറിഞ്ഞില്ലേ, കേസ് അറിഞ്ഞില്ലേ? ഇതാരെ വിശ്വസിക്കവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഹൈക്കോടതി സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. ഇഫ് ദർ ഇസ് എ കംപ്ലൈന്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ. DME കൊടുത്ത ഇൻസ്ട്രക്ഷനാണ്. ഞാൻ പരാതി കൊടുത്തു, ലേക്ക് ഷോറിനെതിരെ പരാതി കൊടുത്തു, ആസ്റ്റിനെതിരെ കൊടുത്തു, കിംസിനെതിരെ കൊടുത്തു. No action was taken by the DME, but the action was taken by the concerned magistrate. He took cognizance of the assets in the Aster case and the Lake Shore case. കിംസിന്റെ കേസ് അതിന്റെ വാദം കഴിഞ്ഞ് 1 വർഷമായിട്ട് മജിസ്ട്രേറ്റ് ഓർഡർ ഇടാൻ വെച്ചിരിക്കുക. വൈ? എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ഓർഡർ ഇടാൻ പേടി 1 വർഷമായിട്ട്? He can order against me. Who is bothered? I'll go to the High Court. എന്തുകൊണ്ട് ഒരു കേസ്, ഒരു സിമ്പിൾ കേസ് നടന്നിട്ട് 1 വർഷമായിട്ട് ഓർഡർ ഇടാതെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 പ്രാവശ്യം മാറ്റി വെച്ചു എൻ്റെ കേസ്. ഐ ആം ഗോയിങ് ടു ദ ഹൈ കോർട്ട്. യെസ്, എനിത്തിങ് എൽസ്? യെസ് ഡോക്ടർ, ഞാൻ വരാം. MK ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. ഹരിദാസ്, താങ്കളുടെ ശ്രദ്ധയിലും പെട്ട് കാണും. ഇപ്പോൾ രാജ്യാന്തര മാഫിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അതിൽ മലയാളി സാന്നിധ്യം. പക്ഷേ ഡോക്ടർ ഗണപതിയും അതുപോലെ ഫിർദോസും പറയുന്നത് അങ്ങോട്ടൊന്നും പോട്ട കാര്യമില്ല, ഇറാനിലോട്ട് പോട്ട കാര്യമില്ല, കേരളത്തിൽ തന്നെ വളരെ സജീവമായിട്ട് ഇത് നടക്കുകയാണ്. പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, FIR ഉണ്ട്, പക്ഷേ അതിലൊന്നും അന്വേഷണം നടക്കുന്നില്ല. അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചിട്ട് സമഗ്രമായ വിശ്വസ്തമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലോകം ഞെട്ടും, പിന്നെ ഇന്ത്യ ഞെട്ടും, പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടും. കാരണം ഏറ്റവും ഇത്തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ പടി കേന്ദ്രീകരിച്ചിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം മിനിമം 1 കോടി രൂപയുടെ ഒരു കച്ചവടം ഒരു ദിവസം നടക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ ഏകദേശം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 300ഓളം ആശുപത്രികളിൽ ഈ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കിഡ്നി. അപ്പോ എത്ര കോടി രൂപയുടെ ബിസിനസ് ഓരോ ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ശ്രീ അനിൽ നമ്പ്യാർ, ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. പക്ഷെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ഈ പത്രത്തിൽ കൊടുക്കല് നിർത്തിയതാണ് ഈ മാഫിയ കേരളത്തിൽ ഇത്ര സജീവമാകാനുള്ള കാരണം ഉണ്ടായിരിക്കുന്നത്. പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട്, കാരണം ഞാൻ ഇന്ന് അനിൽ നമ്പ്യാർക്ക് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കൈകൊണ്ട് 3 ബ്രോക്കർമാർക്ക് 2 ലക്ഷം രൂപ എൻ്റെ സഹോദരിയുടെ മകന് വേണ്ടിയിട്ട് കിഡ്നിക്ക് വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ട് വിഡ്ഢിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോ അതിലെ 3ാമത്തെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരെ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞു. പക്ഷെ എന്താണ് ഈ നമുക്കൊരു കിഡ്നി ആവശ്യമുണ്ട്, ഒരു ലിവറിന്റെ ഒരു പീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലാണ് പാവപ്പെട്ടവന്റെ ഈ നിസ്സഹായാവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഈ സ്വകാര്യ ആശുപത്രികളുടെ പടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അവയവ മാഫിയ നിലനിൽക്കുക. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഞാൻ പത്രത്തിൽ കൊടുക്കാൻ പോയപ്പോൾ പത്രത്തിൽ ഇപ്പൊ പരസ്യം ചെയ്യൽ നിരോധിച്ചിട്ടുണ്ട്. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞു പത്രത്തിൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ മൃതസഞ്ജീവനി പറയുന്ന സജ്ജീകരണമുള്ളത് മസ്തിഷ്ക മരണം നടന്നിട്ടുള്ളവരുടെ അവയവം മാത്രമാണ് അതുവഴി നമുക്ക് ലഭിക്കുക. ബാക്കി ഈ നമ്മുടെ കേരളത്തിൽ മിനിമം ഒരു ദിവസം 15ഓളം കിഡ്നി മാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നു ഓരോ ആശുപത്രി കേന്ദ്രീകരിച്ചിട്ടും എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനൊരു വഴിയുള്ളത്? ഇപ്പൊ ഒരാള് എന്റെ കിഡ്നി കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ കിഡ്നി കൊടുക്കുകയാണ്, അതിനവൻ പൈസ മേടിക്കുന്നു എന്ന് തന്നെ വെക്കുക. നമ്മൾ ഈ വിഷയം കൂടി ഇതിൽ ചർച്ച ചെയ്യാതെ പോകരുത്, പ്രത്യേകിച്ച് ജനം TV പോലുള്ള ജനപ്രിയമായ ഒരു TV അപ്പൊ ഒരു കിഡ്നി വേണം. ഇപ്പൊ എന്റെ സഹോദരിയുടെ മകന് കിഡ്നി വേണമെന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ കാണുമ്പോൾ ആശുപത്രികൾ, ഇപ്പൊ ഞാൻ 3 ആശുപത്രികളിൽ പോയിട്ടാണ് 4ാമത് ലേക്ക് ഷോറിൽ വരികയും ലേക്ക് ഷോറിലും അവര് നമ്മളോട് പറയും ഞങ്ങൾക്ക് കിഡ്നി ഒന്നും ഇവിടുന്ന് തരാൻ പറ്റില്ല. പക്ഷെ ഈ അഭിഭാഷകനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ആശുപത്രിയുടെ ഗേറ്റിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഫോൺ വരും, കിഡ്നി വേണോ എന്ന് ചോദിച്ചിട്ട്. ആ വിളി നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആശ്വാസകരമാണ്. കിഡ്നി കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതല്ല, അറവുമാടുകളെ തൂക്കിയിട്ട കടകളിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതല്ല. അപ്പോ ഈ ബ്രോക്കർമാർ ഇന്നത്തെ നിയമവ്യവസ്ഥിതിക്ക്, ഇന്നത്തെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീതിന്യായ
വ്യവസ്ഥിതിക്ക് ഇവിടെ ബ്രോക്കർമാരുടെ ആവശ്യമുണ്ട് എന്ന് അനുഭവസ്ഥനായി ഞാൻ പറയുകയാണ്. കാരണം ഞാനിപ്പോ മൂന്നാമത്തെ ബ്രോക്കർക്ക് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ കിഡ്നി കാത്തിരിക്കുകയാണ് എൻ്റെ സഹോദരിയുടെ മകനെ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു 2 പേർക്കും ഇതല്ല വഴി, നിങ്ങൾക്ക് ഇതായിരുന്നു വഴി എന്ന് പറയണമെങ്കിൽ അത് പറയണം. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ കിഡ്നി കാത്തിരിക്കുന്നുണ്ട്, അവർക്കൊക്കെ അത് വലിയൊരു ഉപദേശമായിരിക്കും. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ അനിൽ നമ്പ്യാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വിഷയത്തിലെ ഒരു മാഫിയയുടെ കീഴിൽ കേരളത്തിലെ ഒരു പ്രതി ചെന്നപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അപമാനം എനിക്ക് ആലോചിക്കാൻ വയ്യ. ഈ കേസറ്റ് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഹരിദാസ്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഇത് നിയന്ത്രിക്കുന്നത് പോലും മലയാളികളാണെന്നാ പറയുന്നത്. അതിലും നമ്പർ 1 ആണ് നമ്മൾ. അഭിമാനിക്കാം. അഭിമാനിക്കണം. എനിക്ക് സത്യം പറയണം, ഞാൻ ഇനി വാർത്ത കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ദൈവമേ അത് മലയാളി ആയിരിക്കണേ എന്ന് വിചാരിച്ചു. പക്ഷെ അനിൽ നമ്പ്യാർ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു ചങ്ങലക്കെട്ടിന്റെ ഒരു കണ്ണിയിലാണ് ഈ പിടിച്ചിരിക്കുന്നത്. ഈ വിദേശത്ത് കൊണ്ടുപോയി ഇവിടെ നിന്ന് പാവപ്പെട്ടവരെ, ഇന്ത്യക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ ചൂഷണം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തില് പിടിക്കപ്പെട്ട മാഫിയയുടെ ഒരു ചെറു കണ്ണിയിലാണ് കയറി പിടിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം കേരളത്തിൽ മാത്രം ഒരു കൊല്ലം ചുരുങ്ങിയത് 500ഓളം മാൻ മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത്. അപ്പോ ഇത്തരത്തിൽ 500ഓളം കേസുകൾ മാൻ മിസ്സിംഗ് കേസുകളിലപ്പോ ഇതിൽ ഏതൊക്കെ മേനാണ് ഈ ഇത്തരത്തിലുള്ള മാഫിയ വിദേശത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തിരിക്കുന്നതെന്നും അതിൽ ഏതൊക്കെ മേന്മാര് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കണ്ണിയുടെ വലുപ്പത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ഒരു വിജിലൻസും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കടി നോക്കൂ, ഗുണ്ടാ വിളയാട്ടത്തെ കുറിച്ചിട്ട് അവർക്ക് ഒന്നും അറിയില്ല. ഗുണ്ടകൾ അഴിഞ്ഞാടി ഇവിടെ ജനത്തിന്റെ സ്വൈരജീവിതം നശിപ്പിക്കുന്നത് ഇവിടുത്തെ ക്രൈം ബ്രാഞ്ചും അല്ല, സ്പെഷ്യൽ ബ്രാഞ്ചും അറിയുന്നില്ല, ഇവിടുത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും അറിയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ബോംബ് വീടുകളിൽ ഉണ്ടാക്കി പൊട്ടിത്തെറിച്ചിട്ട് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബോംബ് ഉണ്ടാക്കുന്ന വിഷയം ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും അറിയുന്നില്ല, ഇവിടുത്തെ ഇന്റലിജൻസും അറിയുന്നില്ല. മാഫിയകള്, ഇത്തരത്തിലുള്ള മാഫിയകള്, പണത്തിന്റെ ആയാലും ഇത്തരത്തിലുള്ള അവയവ മാഫിയകൾ പെരുകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും അറിയുന്നില്ല, ഇവിടുത്തെ ഇന്റലിജൻസും അറിയുന്നില്ല. എന്തിനാണ് ഇത്തരത്തിലൊരു പോലീസ് സംവിധാനം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അറിയാത്തതല്ല, നിങ്ങളുടെ പോക്കറ്റിൽ കാശ് വന്ന് നിറയുമ്പോ സ്വാഭാവികം എന്താ സംഭവിക്കുക? നിങ്ങൾ അനങ്ങാതിരിക്കും. ഇപ്പൊ 18 ലക്ഷം രൂപയ്ക്കാണ് ശ്രീ അനിൽ നമ്പ്യാർ എന്റെ സഹോദരിയുടെ മകന് ഞാനൊരു കിഡ്നി പറഞ്ഞു വെച്ചിരിക്കുന്നത്. 18 ലക്ഷം രൂപ, 16 ലക്ഷം രൂപയ്ക്കാണ് അത്. ഒരു ഈ 2 ലക്ഷം രൂപ രണ്ട് ബ്രോക്കർമാർ പറ്റിച്ചു എന്ന് പറയുമ്പോൾ അവരൊക്കെ 16കാരായിരുന്നു. പിന്നീട് അത് 18ലേക്ക് എത്തി. ഈ 18 ലക്ഷം രൂപയില് മാത്രമേ അവയവം സ്വീകരിക്കാവുന്നില്ലേ? അപ്പൊ അത് ഇല്ലീഗൽ അല്ലേ ഈ ഡീലൊക്കെ? ഇല്ലീഗൽ എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്യാനിൽ നമ്പ്യാർ? ഞാൻ അതാണ് ഈ ചർച്ചയിൽ വളരെ നിസ്സഹായാവസ്ഥയിൽ ചോദിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ഈ ചാറ്റ് റൂമിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്ത് പൊതുപ്രവർത്തകനാന്ന് ചോദിക്കും. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു അവയവം, പ്രത്യേകിച്ച് കിഡ്നി പോലുള്ള ഒരു അവയവം വേണ്ടി വന്നാൽ എന്താണ് വേറൊരു വഴി? എന്താണ് ഇവിടുത്തെ നിയമ സംവിധാനം? ഞാൻ നേരത്തെ അത് പറഞ്ഞു മുഴുമിപ്പിച്ചില്ല. ഇത്തരം കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ഈ ബ്രോക്കർമാർ വാങ്ങുന്ന പൈസയിൽ 1/3 അവർക്ക് നൽകുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത്തരം കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പൈസയ്ക്കായാലും അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനം തയ്യാറാവുന്നില്ല? ഒരു രജിസ്ട്രേഷൻ സംവിധാനം, മൃതസഞ്ജീവനി അവിടെ അതിന്റെ പാട്ടിൽ നിർത്തട്ടെ. എന്നിട്ട് ഒരു സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റില് ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ പേര് അവർ വന്ന് രജിസ്റ്റർ ചെയ്യട്ടെ, അവരുടെ ഗ്രൂപ്പ് വെളിപ്പെടുത്തട്ടെ. ഇത്തരം ആവശ്യക്കാർ നേരിട്ടിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ഈ ഇടനിലക്കാരിലേക്ക് പോകുന്ന പൈസയും ഇടനിലക്കാർ വഴി ആശുപത്രികൾ വസൂലാക്കുന്ന പൈസയും ഒഴിവായി കിട്ടില്ലേ? എനിക്ക് അറിയില്ല ഇതിന്റെ. ഇപ്പൊ ഇവിടെ ഒരു വക്കീലും പങ്കെടുക്കുന്നുണ്ട്, ഈ കാര്യത്തിൽ അരച്ചു കലക്കി കുടിച്ച നമ്മുടെ ഗണപതി സാറും പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് ഇതിലൊരു അഭിപ്രായം പറയാൻ പറ്റും കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇല്ലീഗലായിട്ടാണ് ഇത് നടക്കുന്നത്. ഓരോ ആശുപത്രികളിലും 10ഉം 15ഉം ഓപ്പറേഷൻ. ഇനി ഇത്തരത്തിൽ നോക്കി നോക്കൂ, കിഡ്നി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമുക്ക് ജനുവരിയിൽ നമുക്കൊരു കിഡ്നി കിട്ടി, അതിന്റെ എല്ലാവിധ ടെസ്റ്റുകളും കഴിഞ്ഞു, അതിന്റെ നമ്മുടെ ഫൈനൽ അതോറിറ്റിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞത് പാസ്സായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പയ്യനെ അവസാനം കാണിച്ച ആശുപത്രിയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഇതെല്ലാം ശരിയായി കഴിഞ്ഞാൽ 4 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും ഓപ്പറേഷന്. വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ഓപ്പറേഷന്. അപ്പൊ എന്നോട് അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു
തിരിച്ചു പറയുകയാണ്. അതായത് അനധികൃതമായ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഭംഗിയായി ഇവിടുത്തെ എല്ലാ ആശുപത്രികളിലും നടക്കുമ്പോൾ സുഖസുഷുപ്തിയിലായിരിക്കുന്ന ഈ സർക്കാരിനെ ഈ കാര്യത്തിൽ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സർക്കാർ സംവിധാനത്തിന് കീഴിൽ നമ്മൾ നികുതി കൊടുക്കുന്നത് നമ്മുടെ ജീവനും സ്വത്തൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന്റെ പാർട്ടായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനെ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഈ സർക്കാരിനല്ല, ഇപ്പൊ ഇതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരും ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. 2010 എന്റെ കീഴിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യന് ഇത്തരത്തിലുള്ള കിഡ്നിയുടെ പ്രശ്നം വരികയും അത് അവർ അന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന കാലമാണ്. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ആളെ കിട്ടുകയും അതിന്റെ ഈ നമ്മൾ പറയില്ലേ ഫൈനൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് അയാളുടെ ഭാര്യയും കൊണ്ടിട്ട്, അപ്പോൾ അയാളുടെ ഭാര്യ എന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവിടെ പോയപ്പോ ആ കുട്ടി അത് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഈ പൊതുപ്രവർത്തകനല്ലേ സാർ, അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിക്കില്ല, നമ്മുടെ അടുത്ത് നമ്മൾ കേൾക്കാൻ വേണ്ടി വന്നിട്ട് പറയുകയാണ്, ഇതാ ഓപ്പറേഷൻ അടക്കം കിഡ്നിക്ക് 20 ലക്ഷം 18 ലക്ഷം. ഒരാൾ 20 ലക്ഷം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നിട്ട് നേരിട്ടല്ല പറയുന്നത്, പക്ഷെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഓപ്പറേഷൻ അടക്കം 18 ലക്ഷം രൂപയായിട്ട്. അന്ന് കിഡ്നി പുറത്തു നിന്ന് അവർ മേടിച്ചിട്ടുണ്ടായിരുന്ന 6 ലക്ഷം രൂപയ്ക്കാണ്. ഈ 6 ലക്ഷമാണ് ഇപ്പൊ 18 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. അന്ന് ഓപ്പറേഷന് ഹോസ്പിറ്റലുകൾ മേടിച്ചിരുന്നത് 4 ലക്ഷം രൂപയും അതിനപ്പുറവുമാണ്. അപ്പോൾ ഓപ്പറേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള പാക്കേജ്, അതിന് കഴിഞ്ഞിട്ടുള്ള മരുന്ന്, അതിന് ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഓതറൈസേഷൻ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നിടത്ത് ക്യാൻവാസിംഗ് ഉണ്ട് പറഞ്ഞത് എന്നിലെ പൊതുപ്രവർത്തകന്റെ രക്തം തിളയ്ക്കുകയും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടെ ഈ പങ്കെടുക്കുന്നവരെ പോലെ തന്നെ സർക്കാരിലേക്ക് നിവേദനം കൊടുക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോഴാണ് താങ്കളെ പോലുള്ളവരും കബളിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നോക്കൂ, താങ്കളുടെ 4 ലക്ഷമല്ലേ പോയത്, ഇപ്പോ 2 ലക്ഷം കൊടുത്ത് 4 ലക്ഷം പോയി. 2 ലക്ഷം കൊടുത്തവരിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അതിൽ ഏറ്റവും തമാശ അനിൽ നമ്പ്യാർ, ഇവർ രണ്ടുപേരും ആധാർ കാർഡും അവരുടെ ഫോൺ നമ്പറും തന്നിട്ടുണ്ടായിരുന്നു. ഈ 2 ലക്ഷം കൊണ്ടുപോയവര് ഈ ആധാർ കാർഡിലെ അഡ്രസ്സിൽ ചേർന്ന് ചെന്നപ്പോ ആ വീടൊന്നും അത്തരത്തിലൊരു വീട്, അപ്പൊ ആധാർ കാർഡ് വരെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടാണ് ഈ കബളിപ്പിക്കൽ നടക്കുന്നത് എന്ന് ആലോചിക്കണം. ഈ 2 ലക്ഷം രൂപ വീതം കൊടുത്തിരിക്കുന്നത് ഞാനല്ല, ഈ രോഗിയുടെ ഏട്ടനാണ് കൊടുത്തിരിക്കുന്നത്. മലപ്പുറം കേന്ദ്രീകരിച്ചിട്ടുള്ള 2 ബ്രോക്കർമാർക്ക് കൊടുത്തിട്ടുള്ളത് അവരുടെ ചേട്ടനാണ്. പക്ഷെ എനിക്കതിൽ പങ്കുണ്ട്. കാരണം എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഇത് കൊടുത്തത്. കാരണം ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തും അതുമാതിരി തന്നെ എറണാകുളം കേന്ദ്രീകരിച്ചിട്ടുള്ള കാരണം കൊണ്ട് എന്നോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്. ഞാൻ കൊടുക്കാതെ വേറെ എന്താ വഴിയുള്ളത്? രോഗിക്ക് 3 ഡയാലിസിസ് എന്നുള്ളത് 4 ഡയാലിസിസ് ആയപ്പോഴാണ് ഞാൻ ഇതിന് പറഞ്ഞത് വേറെ വഴിയില്ല, കൊടുക്കൂ. ഡയാലിസിസിന് ചെലവ് ഒരു ഭാഗത്ത്, മറ്റുള്ള മരുന്നിന്റെ ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്ക് 30,000 25,000 രൂപ മരുന്ന് മേടിക്കണം. അപ്പൊ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്തു. ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് പറയാണ്, വേറെ വഴിയില്ലാത്തത് കൊണ്ട് ചെയ്തു. ADGP ശ്രീജിത്ത് ഈ കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം നടത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് ഈ ആരോഗ്യമന്ത്രിയായിരുന്ന നമ്മുടെ ശൈലജ ടീച്ചർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അനിൽ നമ്പ്യാർ. അതിന്റെ കോപ്പി വേണമെങ്കിൽ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അതിന്റെ കോപ്പി കണ്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ നേരിട്ടല്ല, എനിക്കത് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. അതിൽ വളരെ വ്യക്തമായിട്ട് സ്വകാര്യ ആസ്പത്രികൾ കേന്ദ്രീകരിച്ചിട്ട്, സ്വകാര്യ ആസ്പത്രികളുടെ ഇപ്പൊ ലേക്ക് ഷോറിന് ഉദാഹരണം എടുക്കുക, അവിടുത്തെ വളരെ പ്രശസ്തനായ ഒരു നെഫ്രോളജിസ്റ്റ് ഈ പുറമേ നിന്നുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അദ്ദേഹം സമ്മതിക്കില്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്റെ ഇപ്പൊ ഈ പറഞ്ഞ സഹോദരിയുടെ മകനെ അദ്ദേഹത്തെ കാണിക്കാൻ കൊണ്ടുചെന്നപ്പോ അവിടെ നിന്ന് കിട്ടിയ ഉപദേശം എന്താണ്? നിങ്ങൾ പുറമേ നിന്നാണ് കിഡ്നി, അതായത് ബന്ധുക്കളുടെ കിഡ്നി അല്ലെങ്കിൽ അദ്ദേഹം അതിനെ അത്തരം രോഗികളെ പരിശോധിക്കാൻ തയ്യാറാവില്ല. അപ്പൊ ആസ്പത്രി മാനേജ്മെന്റിന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അബി എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ ലേക്ക് ഷോർ ആസ്പത്രിയിലെ. ഈ അബി എബ്രഹാം എന്ന് പറയുന്ന ഡോക്ടറുടെ OPയുടെ പുറത്ത് അറബികളുടെ തിരക്കാണ് അനിൽ നമ്പ്യാർ. വിദേശികളുടെ, ഇവിടെ നമ്മുടെ ഗണപതി സാർ പറഞ്ഞതുപോലെ തന്നെ വിദേശികളുടെ തിരക്കാണ്. ആ തിരക്കുകൾ കഴിഞ്ഞിട്ട് അവരെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായാലും എയർപോർട്ടിൽ നിന്ന് തൊട്ടിട്ട് ആസ്പത്രി ചെലവിൽ കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് കടത്തുന്നത്. നമ്മള് ഒരു 10-12 ഓഫീസുകൾ നിരങ്ങിക്കൊണ്ട് ഒരു 100 പേജുള്ള ഫയൽ തയ്യാറാക്കിക്കൊണ്ടായാലും നമുക്ക് അതിന് അപ്രൂവൽ കിട്ടാൻ പോയി വിദേശികൾ ഇവിടെ വന്നിട്ട് സുഗമമായിട്ട്. ഞാൻ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊരു അറബിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് വന്നിരിക്കുന്നത്, എന്റെ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇത് നടക്കുന്നു എന്ന് പറയേണ്ടത് ആരാണ്?
ആ സ്വകാര്യ ആസ്പത്രികളാണ്. സ്വകാര്യ ആസ്പത്രികളെ കൊണ്ട് ഇത് പറയിപ്പിക്കേണ്ട സർക്കാർ ഈ കാര്യത്തിൽ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് ഉറക്കം നടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോക്കർമാർ വഴി എത്തുന്ന പണം കൃത്യമായിട്ട് എല്ലാവർക്കും ഒരു തുക ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ അനിൽ, അതെ, അപ്പോൾ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കച്ചവടം നടക്കുന്നത്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ ഇപ്പോഴും അടയിരിക്കുകയാണ്. നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല.